സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ വീറും വാശിയും ഉയർന്ന തൃശൂർ മണ്ഡലത്തിൽ പ്രചാരണത്തിൻ്റെ ആവേശം കൊട്ടിക്കയറുകയാണ്. തൃശൂർ ഭാഷയിൽ പറഞ്ഞാൽ 3 പേരും കട്ടയ്ക്ക് കട്ടയ്ക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 വട്ടം വന്നതും പ്രതാപനെ മാറ്റി വമ്പൻ ടെസ്റ്റിൽ കെ മുരളീധരൻ എത്തിയതുമെല്ലാം ത്രികോണപ്പോരിന് കടുപ്പം കൂട്ടി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആര് ജയിക്കും എന്ന ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയാനാകില്ല. പ്ലസും മൈനസും അടിയൊഴുക്കുകളുമെല്ലാം 3 മുന്നണികൾക്കുമുള്ള വോട്ടുകളിലും തെളിഞ്ഞും തെളിയാതെയും കിടപ്പുണ്ട്. ക്ഷേത്രങ്ങളും മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളും ആശ്രമങ്ങളും മഠങ്ങളുമെല്ലാം കയറി ഇറങ്ങി വോട്ടുറപ്പിക്കാൻ ആദ്യം മുതൽക്കേ സ്ഥാനാർത്ഥികൾ മത്സരത്തിലായിരുന്നു. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. മതസാമുദായിക പിന്തുണയില്ലാതെ തൃശ്ശൂരിൽ ആർക്കും പിടിച്ചു കയറാനാകില്ലെന്ന വിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വങ്ങൾ. ഏതാണ്ട് 35% കരുതുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു കണ്ണ് വയ്ക്കുമ്പോഴും മറുകണ്ണിൽ പിന്നോക്ക ന്യൂനപക്ഷ വോട്ടുകളുമുണ്ട്. NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദങ്ങൾ തൃശ്ശൂരിൽ അലയടിച്ചതും മറ്റൊന്നും കൊണ്ടല്ല, ക്രൈസ്തവ വോട്ടുകളിലെ നിലപാടാണ്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും UDF സ്ഥാനാർത്ഥി കെ മുരളീധരനും ക്രൈസ്തവ വോട്ടുറപ്പിക്കാൻ ആ മേഖലയിൽ പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുകയാണ്. മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ വിശ്വാസികൾ വോട്ട് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞുപോയെന്നാണ് അരമനകളോട് അടുപ്പമുള്ളവർ പോലും പറയുന്നത്. മണിപ്പൂരിലും മറ്റും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിഫലിക്കുമെന്നാണ് LDFും UDFും കരുതുന്നത്. എന്നാൽ മോദിയുടെ ഗ്യാരണ്ടിയിലാണ് NDAയുടെ ആശ്വാസം. ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നതിനെ തുടർന്ന് കോൺഗ്രസ് പ്രതിരോധത്തിലായപ്പോൾ അതിനെ മറികടക്കാനാണ് കെ മുരളീധരനെ തന്നെ രംഗത്തിറക്കിയത്. അത് കോൺഗ്രസിൻ്റെ തട്ടുപൊളിപ്പൻ തീരുമാനമായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത തീരുമാനം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന ആ തീരുമാനത്തിൽ BJP പോലും പകച്ചുപോയി. കോൺഗ്രസ് വോട്ടുകൾ നേടാനുള്ള BJP തന്ത്രത്തെ അട്ടിമറിച്ച കോൺഗ്രസിനെ സല്യൂട്ട് ചെയ്യുകയാണ് സാധാരണ പ്രവർത്തകർ പോലും. ലീഡറുടെ മകൻ എന്ന പരിഗണനയും ന്യൂനപക്ഷ മുന്നോക്ക സമുദായ വോട്ട് കൂടുതൽ നേടുമെന്ന പ്രതീക്ഷയുമുണ്ട് മുരളീധരനും കോൺഗ്രസിനും. കഴിഞ്ഞ തവണ പ്രതാപൻ വാരിക്കൂട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഇത്തവണ നേടാനാകും. VS സുനിൽകുമാറിൻ്റെ ജനകീയ മുഖവും കൃഷിമന്ത്രിയായിരിക്കെയുള്ള മികച്ച പ്രവർത്തനവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരോടുള്ള ഇടപെടലും പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണയും 3 തവണ MLA ആയതിൻ്റെ പ്രതിച്ഛായയുമെല്ലാം അദ്ദേഹത്തെ തുണയ്ക്കുമെന്നാണ് ഇടതുമുന്നണി കണക്കൂട്ടുന്നത്. പക്ഷേ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പടക്കമുള്ള വിഷയങ്ങളിൽ ED അന്വേഷണം എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ഇടതുപക്ഷ നേതൃത്വത്തിനുണ്ട്. CPIക്കുള്ളിലെ മുൻപുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളും നേതൃത്വം ജാഗ്രത പുലർത്തുന്നുണ്ട്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന വാഗ്ദാനവും മോദിയുടെ ഗ്യാരണ്ടിയുമാണ് BJP തുടക്കം മുതൽ മുന്നോട്ട് വയ്ക്കുന്നത്. അഭിനേതാവിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തകൻ്റെയും മുഖവും കേന്ദ്ര സർക്കാർ പദ്ധതികളും പൂരപ്രേമികളുടെ പിന്തുണയും പത്മജയുടെ BJP പ്രവേശനവുമെല്ലാം. പക്ഷേ താഴെത്തട്ടിൽ പ്രവർത്തകർ സജീവമാകുന്നില്ലെന്ന പരാതി സുരേഷ് ഗോപി തന്നെ നേരിട്ട് വ്യക്തമാക്കിയിരുന്നു. വീടാന്തരമുള്ള പ്രവർത്തനത്തിൽ BJP പ്രവർത്തകർ ഇറങ്ങിയില്ലെങ്കിൽ ഫലം അനുകൂലമാകില്ല. ജയിച്ചില്ലെങ്കിലും 2ാം സ്ഥാനത്ത് വരണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ഇക്കണക്കിനാണെങ്കിൽ അതും പാടാം. കഴിഞ്ഞ തവണ പിടിച്ച വോട്ട് പോലും ഇത്തവണ കിട്ടില്ല. ഏപ്രിൽ 19 തൃശ്ശൂർ പൂരം. ഒരാഴ്ച കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും പൂരപ്രേമികളുടെയും പിന്തുണയും നിർണായകമാകും. പെരുന്നാളിനും പൂരങ്ങൾക്കുമെല്ലാം എഴുന്നള്ളത്തിനും വെടിക്കെട്ടിനുമുള്ള അനുമതി ലഭ്യമാകാതെ വരുമ്പോൾ LDFിനെതിരെ UDFും NDAയും തിരിയാറുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പുകളാണ് തടസ്സം നിൽക്കുന്നതെങ്കിൽ LDFും UDFും അത് ഏറ്റെടുക്കും. ഇതിലെല്ലാം സ്ഥാനാർത്ഥികളും മുന്നണി നേതൃത്വവും ജാഗ്രത പുലർത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ തൃശ്ശൂർ പൂരം വെടിക്കെട്ടിനും എഴുന്നള്ളത്തിനുമുള്ള അനുമതി പ്രശ്നം സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് പൂരവും നിർണായകം തന്നെയാണ്. ഏതായാലും തൃശ്ശൂർ ആരെടുക്കുമെന്ന് കെ മുരളീധരന് മാത്രമല്ല സുരേഷ് ഗോപിക്കും അറിയാം.